ഈ ഭൂമിദേവി എന്ന് പ്രാർത്ഥിച്ച സമയത്തുള്ള ഭൂഭാരം എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയണം കേട്ടോ. നമ്മളും ഈ ഭാരം വർദ്ധിപ്പിക്കുന്നതാണ് ഭൂമിക്ക്. എപ്പോഴാണെന്ന് കൂടെ ചിന്തിക്കണം. ഇവിടെ സാധാരണഗതിയിൽ ഭാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ തൂക്കത്തെ അല്ലേ? ആണോ അല്ലേ? നിങ്ങളിപ്പോ ഈ വിളക്കിന്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ ത്രാസി വെച്ച് തൂക്കിയിട്ട് പറയും ഇത്ര കിലോ അല്ലേ? ആ ഇരിക്കുന്ന പറയണ ഭാരം എത്ര വെച്ചാൽ അത് തൂക്കിയിട്ട് പറയാം ഇത്ര കിലോ എന്ന് പറയാം. അപ്പൊ ഒരു വസ്തുവിന്റെ ഇപ്പൊ നമ്മുടെ ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ത്രാസി കയറി നോക്കിയിട്ട് ഇത്രയാണ് ഭാരം എന്ന് പറയും. 65 കിലോ 70 80 ഒക്കെ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുവിന്റെ ഭാരത്തെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഭാരം എന്ന് പറയുന്നതെങ്കിൽ ഇവിടെ അതിനെ അല്ല എടുക്കേണ്ടത്. ഇവിടെ ഭാരം എന്ന് പറയുന്നത് അഹങ്കാരത്തെയാണ്. മനസ്സിലായില്ലേ? ആധ്യാത്മിക ചിന്തയിൽ ഭാരം എന്ന് പറയുന്നത് എന്തിനെയാണ്? അഹങ്കാരത്തെയാണ്. അപ്പൊ ഈ അഹങ്കാരം ഭാരമായിട്ടാണ് കാണുന്നത്. നമ്മൾ ചിലപ്പോൾ നാട്ടിലുള്ള ചിലരെ കുറിച്ച് പറയത്തില്ലേ, ഓ അവനൊക്കെ ഈ നാടിനൊരു ഭാരമാണ് അല്ലേ? ആരെ കുറിച്ചായിരിക്കും അങ്ങനെ പറയുന്നത്? നല്ല ആളിനെ കുറിച്ചിട്ടാണോ മോശപ്പെട്ടവനെ കുറിച്ചിട്ടാണോ? മോശക്കാരനെ കുറിച്ചിട്ടാണ് അല്ലെ പറയും. ചില വീട്ടില് ഓ അവൻ ആ വീട്ടിലൊരു ഭാരമാണ് പറയത്തില്ലേ? അഹങ്കാരിയായിട്ട് ഉള്ള ഒരുവനൊരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പറയും ചില പ്രവൃത്തി കണ്ടിട്ട് എന്താ അവനൊരു വീട്ടിന് ഒരു ഭാരമാണ്. അതിന്റെ അർത്ഥം അവന്റെ 65 കിലോ വീട്ടിൽ ഭാരമാണെന്നാണോ? ആണോ? അല്ല. അഹങ്കാരമാണ്. ആധ്യാത്മിക തലത്തിൽ ഭാരം എന്ന് പറയുന്നത് എന്താണ്? അഹങ്കാരമാണ്. അപ്പൊ ആ ഭാരത്തെ കുറയ്ക്കാൻ അപ്പം ഭഗവാൻ എന്തിനാണ് അവതരിച്ചെന്ന് ചോദിച്ചാൽ എന്തിനാണ്? അഹങ്കാരത്തെ കുറയ്ക്കാനാണ് ആര് വന്നത്? ഭഗവാൻ വന്നത്. അതുകൊണ്ടാണ് അഹങ്കാരികളെ ഇല്ലാതാക്കാനാണ് ഭഗവാന്റെ അവതാരം. ഭഗവാന്റെ അവതാരത്തെ 3 തലത്തിലൂടെ നമുക്ക് കാണാം. ഒന്ന് സജ്ജന സംരക്ഷണം. മനസ്സിലായില്ലേ? ഒന്നാമത്തത് സജ്ജനങ്ങളെ സംരക്ഷിക്കുക. രണ്ടാമത്തത് എന്ന് പറയപ്പെടുന്നത് ധർമ്മത്തിന്റെ ആ ഒരു പുനഃസ്ഥാപനം, ധർമ്മ സംരക്ഷണം. അപ്പൊ സജ്ജന സംരക്ഷണം, ധർമ്മ സംരക്ഷണം. മൂന്നാമത്തത് എന്താ? ദുഷ്ടനിഗ്രഹം. ഇത് 3ഉം ഭഗവാന്റെ അവതാരത്തിലുണ്ട്. ആദ്യത്തെ 2 എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് മൂന്നാമത്തെ. ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി എന്ത് ചെയ്തു? സജ്ജനങ്ങളെ സംരക്ഷിച്ചു. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ദുർജനങ്ങളെ നിഗ്രഹിച്ചു. ഇത് 2ഉം എന്തിനാണ്? ധർമ്മ സംരക്ഷണം. അപ്പൊ ധർമ്മ സംരക്ഷണത്തിനാണ് ഭഗവാൻ അവതാരം ചെയ്തത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭഗവാന്റെ അവതാരം നമ്മളിരുന്ന് കേൾക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ അവതാരം നമ്മൾ കേൾക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഭഗവാന്റെ അവതാരം കേൾക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിലുള്ള ധർമ്മബോധം വളർന്നു വരാനും നമ്മളിലുള്ള അഹങ്കാരം ഇല്ലാണ്ടാവാനുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഭഗവാന്റെ അവതാരം കേട്ടത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായി? പുണ്യവും പാപവും ഭാഗവതത്തിന്റെ വിഷയമല്ല. സ്വർഗവും നരകവും ഭാഗവതത്തിന്റെ വിഷയം അല്ല. നമ്മൾ എവിടെയൊക്കെ ഈ ട്രാക്ക് മാറി പോയിട്ടുണ്ട്. നമ്മൾ ഈ ട്രാക്ക് മാറി ഓടിക്കഴിഞ്ഞാൽ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് വണ്ടി എത്തുമോ? എത്തില്ല. ഇതുപോലെ നമ്മൾ നമ്മുടേത് പഠിക്കാതിരിക്കുകയും മറ്റു പലരും പ്രചരിപ്പിക്കുന്നത് കേട്ട് അത് നമ്മുടേതാണോ എന്ന് വിചാരിച്ച്, മനസ്സിലായില്ലേ, പഠിക്കുകയും അല്ലെങ്കിൽ ഇതും അതും എല്ലാം കൂടെ ചേർത്ത് അവിയൽ ഉണ്ടാക്കുന്ന പരിപാടിയില്ലേ? അധികം വന്ന മലക്കറി എല്ലാം കൂടെ ചേർത്ത് ഏതായി? അവിയലായി എന്നതുപോലെ കൃത്യതയില്ലാതെ നമ്മൾ പലതിലേക്കും കയറിയിട്ടൊക്കെ ഒരു ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ സ്വർഗവും നരകവും ഹിന്ദുവിന്റെ അടിസ്ഥാന തത്വമാണോ? ആണോ? ആണോ? ഹിന്ദുവിന്റെ ദർശനപ്രകാരം സ്വർഗ നരകങ്ങൾ എന്ന് പറയുന്നത് തന്നെ അസ്ഥിരമാണ്. നമ്മളെപ്പോഴും സ്വർഗത്തിൽ പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ ഭാഗവതത്തില് അല്ലെങ്കിൽ ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ കൃത്യമായിട്ട് പറയും, ക്ഷീണേ ക്ഷീണേതി സ്വർഗേ. മനസ്സിലായില്ലേ? ക്ഷയിച്ച് എന്തില്ലാതാവും? സ്വർഗം ഇല്ലാണ്ടാവും. നരകവും അതുപോലെ തന്നെയാണ്. തെറ്റ് ചെയ്യുന്നവനെ കുറ്റക്കാരനായി കണ്ട് ജയിലിൽ പിടിച്ചിടും. ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ കുറ്റത്തിന്റെ സമയം തീർന്നാൽ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇടുവോ? നമ്മൾ ഇന്നത്തെ കാലത്ത് നാട്ടിൽ തന്നെ എടുത്താൽ മതി. ഇന്നത്തെ കാലത്ത് തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ വിധിച്ച് ഇത്ര നാളത്തേക്ക്, ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അവനെ ജയിലിൽ ഇടുവോ? അവനെ പുറത്തു വിടും. മനസ്സിലായില്ലേ? ഇതുപോലെ ചെയ്യുന്ന തെറ്റായ കർമ്മങ്ങളുടെ ഫലമായിട്ട് ഉള്ളതാണ് നരകം എന്ന് പറയുന്നത്. അതിനൊരു നിശ്ചിത അളവുണ്ട്. ആ അളവ് കഴിഞ്ഞാൽ പുറത്തു വരും. സ്വർഗവും അതുപോലെ തന്നെയാണ്.
നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പുണ്യം കൊണ്ട് ലഭിക്കുന്ന താൽക്കാലിക സുഖകേന്ദ്രമാണ് ഏത്? സ്വർഗം എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല കാശുള്ള ഒരാൾ ഒരു റിസോർട്ടിൽ പോയി താമസിക്കുകയാണെന്ന് വെക്കുക. അയാളെ കയ്യിൽ കാശുള്ളിടത്തോളം കാലം അവിടെയുള്ള എല്ലാവരും അയാളെ സാറേ എന്ന് വിളിക്കൂലേ? അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം കൃത്യസമയത്ത് കൊണ്ടുകൊടുക്കും. ചായ ചോദിച്ചാൽ ചായ കൊടുക്കും, കോഫി കൊടുക്കും, അയാൾ അവർക്കൊക്കെ ടിപ്പ് കൊടുക്കും, അയാൾ വണ്ടിയിലേക്ക് കയറാൻ വന്ന ഡോർ തുറന്നു കൊടുക്കും, ബാഗ് ചുമന്ന് കൊണ്ടു കൊടുക്കും. ഇതൊക്കെ ചെയ്യത്തില്ലേ? അവിടുത്തെ തൊഴിലാളികൾ ചെയ്യത്തില്ലയോ? ചെയ്യും. ഇയാളെ കയ്യിൽ മുഴുവൻ കാശും തീർന്നു. ഒരു മാസമായിട്ട് ആ റിസോർട്ടിൽ താമസിക്കുകയാണ്. എൻ്റെ കയ്യിലെ കാശ് മൊത്തം തീർന്നു. കാശ് ഇത്രയും നാൾ ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തന്നേലേ, ഒരു ദിവസം കൂടി ഞാനിവിടെ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ താമസിപ്പിക്കൂ? താമസിപ്പിക്കില്ല. അതുവരെ സാറേന്ന് വിളിച്ച ആൾക്കാർ തന്നെ നമ്മളെ പെടലിൽ കുറിച്ച് പുറത്തെടുത്ത് കളയും. മനസ്സിലായില്ലേ? ബാഗ് ചുമന്നുകൊണ്ട് കൊണ്ട് വണ്ടി വെച്ചോ ബാഗ് എടുത്ത് നമ്മളെ പെടലിൽ കയറുകയും ചെയ്യും. എന്താ കാരണം? താമസിക്കാനുള്ള യോഗ്യത തീർന്നു. അവന്റെ യോഗ്യത എന്തായിരുന്നു? കയ്യിലെ ധനമായിരുന്നു, അല്ലേ? ആ ധനമുള്ളത് കൊണ്ട് താമസിക്കും. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലമായി ലഭിക്കുന്ന ഒരു താൽക്കാലിക പുണ്യകേന്ദ്രമാണ് ഏത്? സ്വർഗം എന്ന് പറയുന്നത്. അത് അനുഭവിച്ചു വരുമ്പോൾ അതെന്ത് ചെയ്യും? ക്ഷയിക്കും. പിന്നെ നമുക്ക് എത്തേണ്ടതായ സ്ഥാനം ഏതാണ്? ഈ സ്വർഗവും നരകവും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് എത്തേണ്ട സ്ഥാനം ഏതാണ്? എവിടെയാ? അതിനെയാണ് പറയുന്നത് മോക്ഷം. മനസ്സിലായില്ലേ? ഭഗവത് പദങ്ങളിൽ ചേരുക. നമ്മൾ രാമനാമം ചെല്ലുമ്പോഴെന്താ പറയുന്നത്? രാമപാദം ചേരണേ, അല്ലേ? ശരിയല്ലേ? ഭഗവാനിൽ ചേരുക. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട. ഇനി ജനിമരണങ്ങളില്ലാതെ ആരിൽ ചേരണം? യഥാർത്ഥ സ്വരൂപത്തിൽ ഭഗവാനിലേക്ക് ചേരണം. ഒരു നദി ഒഴുകി കടലിലേക്ക് ചേരുന്നത് പോലെയാണ്. നദി ഒഴുകി കടലിലേക്ക് ചേർന്നാൽ പിന്നെ നദിയുണ്ടോ? ഉണ്ടോ? നദിക്ക് എപ്പോഴെങ്കിലും അവകാശവാദം ഉന്നയിച്ച് തിരിച്ചു വരാൻ പറ്റുമോ? നദി അതിന്റെ ഭാഗമായി മാറി. ആ കടലിൽ നദി ഏതാ കടൽ ഏതാന്ന് അറിയാൻ പറ്റാതെ നമുക്ക് രണ്ടും ഒന്നായി മാറി. മനസ്സിലായില്ലേ? അതുപോലെ ഈ ജീവൻ പരമാത്മാവിനെ നേടുന്നതിനെയാണ് മോക്ഷം എന്ന് പൂർണ്ണതലത്തിൽ പറഞ്ഞത്. മോഹക്ഷയ ഇതി മോക്ഷം. എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിച്ച് ഈശ്വര ചിന്തയോടെ ഈശ്വര അനുഭവത്തിലേക്ക് ഉയരുക. മനസ്സിലായില്ലേ? ഈശ്വര അനുഭവത്തിലേക്ക് ഉയരുക. ഈശ്വരനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് കാര്യമില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല. അത് ജീവിതത്തിലേക്ക് കണ്ടതും കേട്ടതും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മുടെ ഉള്ളിലേക്ക് ഉറപ്പിച്ച് സ്വ അനുഭവത്തിലൂടെ ഈശ്വരനിലേക്ക് അനുഭവത്തിലേക്ക് ഉയരുകയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് കൃഷ്ണാവതാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ അഹങ്കാരത്തെ കുറയ്ക്കാനായിട്ട് വേണം നമ്മൾ കേൾക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിലും അഹങ്കാരം ഉണ്ടായാൽ നമ്മൾ ദുർജനങ്ങളായി മാറും. അപ്പൊ ദുർജനങ്ങളിൽ നിന്ന് ആരായി മാറണം? സജ്ജനമായി മാറണം. സജ്ജനത്തെ രക്ഷിക്കുമെന്നല്ലേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? അല്ലേ? ആണോ അല്ലയോ? അപ്പൊ നമ്മളെ ഭഗവാൻ രക്ഷിക്കണമെങ്കിൽ നമ്മൾ സജ്ജനമാവണോ ദുർജനമാവണോ? എന്താവണം? സജ്ജനമാവണം. മനസ്സിലാവുന്നുണ്ടോ? സജ്ജനത്തിന് മാത്രമേ ആഗ്രഹങ്ങളില്ലാതെ മോഹങ്ങളില്ലാതെ കാമക്രോധ മോഹലോഭ മതമാത്സര്യാദികളാകുന്ന മനോമാലിന്യങ്ങളില്ലാതെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ആർക്കാണ്? സജ്ജനങ്ങൾക്കേ സാധിക്കും. അവരുടെ പ്രാർത്ഥനകൾ ഒരിക്കലും തെറ്റായതായിരിക്കില്ല, നല്ലതായിരിക്കും, നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ടായത്. സർവേ ഭവന്തു സുഖിനക സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കച്ചിത് ദുഃഖഭാവേ. എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ. മനസ്സിലായില്ലേ? സർവ്വചരാചരങ്ങൾക്കും മംഗളം ഉണ്ടാകട്ടെ. അവിടെ സാർത്ഥതയുണ്ടോ? എനിക്കും എൻ്റേതെന്ന ഭാവമുണ്ടോ? ഇല്ല. അപ്പൊ അത് മനോമാലിന്യങ്ങളെ അകറ്റാനാണ് നമ്മൾ കൃഷ്ണാവതാരം നമ്മൾ കേൾക്കേണ്ടത്. അപ്പൊ ആ അവതാരത്തിലൂടെ ഭഗവാൻ ചെയ്ത കർമ്മങ്ങളും അത് തന്നെയാണ്. ഇവിടെ കംസൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ആളായത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ സ്വന്തം അമ്മാവൻ തന്നെയാണ്, അല്ലേ? ശരിയല്ലേ? ആ കംസൻ വെറുക്കപ്പെട്ട ആളായത് എന്തുകൊണ്ടാണ്? കാണാൻ എന്താ ഭംഗിയില്ലാത്തതുകൊണ്ടാണോ? ആണോ? കംസൻ വെറുക്കപ്പെട്ട ആളായത് കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടോ പ്രത്യേകിച്ച് ഭീകരരൂപമായതുകൊണ്ടാണോ? ഒന്നുമല്ല. കംസൻ എന്തായിരുന്നു? ദുർഗുണങ്ങളോട് കൂടിയവനായിരുന്നു. മനസ്സിലായില്ലേ? ഞാനെന്ന ഭാവമായിരുന്നു ആർക്കുള്ളത്? കംസന്. ഞാനെന്നതിന്റെ പൂർണ്ണമാണ് കംസൻ. ആ ഞാനെന്ന ഭാവമുള്ള ആൾക്ക് എന്തൊക്കെ ദുർഗുണങ്ങൾ അയാളുടെ സന്തത സഹചാരിയായി അയാളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുമോ ആ ദുർഗുണങ്ങൾ ഓരോന്നുമാണ് കൃഷ്ണാവതാരത്തിലൂടെ പിന്നെ നമ്മൾ കാണുന്ന ഭഗവാന്റെ ബാലലീലകളിൽ വധിക്കപ്പെടുന്ന ഓരോ അസുരഭാവങ്ങളും.
മനസ്സിലായില്ലേ? പൂതനയും ഷടകാസുരനും തൃണവർത്തനും ബകാസുരനും മഹാസുരനും അങ്ങനെ തുടങ്ങിയ അസുരന്മാരൊക്കെ വ്യക്തികളല്ല യഥാർത്ഥത്തിൽ. ഭാഗവതത്തിന്റെ ഉള്ളിലേക്ക് പോയി നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ ജീവശുദ്ധിക്ക് വേണ്ടി ഭാഗവതം പഠിക്കുമ്പോൾ, നമ്മളിലെ പരിവർത്തനത്തിന് വേണ്ടി ഭാഗവതം നമ്മൾ പഠിക്കുമ്പോൾ, ഒരു ദുർഗുണത്തിന്റെ ഏറ്റവും ഉടമസ്ഥനായി ഞാനെന്ന അഹങ്കാരം കൊണ്ട് നിൽക്കുന്ന അഹങ്കാരിയായ വ്യക്തിയിൽ ഉള്ള, മനസ്സിലായില്ലേ, അയാളുടെ സന്തത സഹചാരിയായ ദുർസ്വഭാവങ്ങൾ ഓരോന്നുമാണ് ഈ ദുർഗുണങ്ങളായി ആരിന്റെ കൂടെ ഉണ്ടായിരുന്നത്? കംസന്റെ കൂടെ ഉണ്ടായിരുന്നത്. കംസന്റെ സ്ഥലത്തു നിന്നല്ലേ ഇത് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്, അല്ലേ? ഭഗവാൻ ഇതിനെല്ലാം ഇല്ലാതാക്കുന്നത് എന്തിനാണ്? ഈ ഓരോരോ ദുർഗുണങ്ങളെ ഇല്ലാതാക്കി ഏറ്റവും ഒടുവിൽ അതിന്റെ ഇരിപ്പിടമായ ആരെ വധിച്ചു? കംസനെ നിഗ്രഹിക്കുന്നതിലേക്ക് പോകുന്നതിന്റെ തുടക്കമാണ് ഇവിടെ കൃഷ്ണാവതാരം. അതുകൊണ്ട് കൃഷ്ണാവതാരം നമ്മൾ കേൾക്കേണ്ടത് ആനന്ദത്തോടുകൂടി നമ്മളിലുള്ള മനോമാലിന്യത്തെ നീക്കാൻ ഉള്ള പ്രാർത്ഥനയോടെ കേട്ടാലേ ആ അവതാരം കൊണ്ട് നമ്മുടെ ജീവിതം എന്താവുള്ളൂ? മാറ്റത്തിന് വിധേയമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ കഥ കേട്ടിരുന്ന് സന്തോഷത്തിൽ കഥ കേട്ടിട്ട് നമുക്ക് എഴുന്നേറ്റ് പോകാം. ഇനി ഇവിടെ ദേവകിയുടെ 8ാമത്തെ പുത്രൻ, അല്ലേ? ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് ആര്? ഭഗവാൻ ആയിട്ട് ജനിക്കുന്നത്. ഇവിടെ ദേവകി കംസന്റെ നേർ സഹോദരിയല്ല. കംസന്റെ ഇളയച്ഛന്റെ മകളാണ് ആര്? ദേവകി എന്ന് പറയുന്നത്. ദേവകന്റെ പുത്രിയാണ്. പക്ഷെ കംസന് ഈ ദേവകിയോട് ഏറ്റവും കൂടുതൽ സ്നേഹവുമാണ്. ബന്ധം കൊണ്ട് സഹോദരി തന്നെയാണ്, ഏറ്റവും കൂടുതൽ സ്നേഹവുമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരിക്ക് ഏറ്റവും ഉത്തമനായ ഒരു ഭർത്താവിനെ വേണമെന്ന് ആരാഗ്രഹിച്ചു? കംസൻ ആഗ്രഹിച്ചു. അപ്പൊ സർവ്വയോഗ്യതയുള്ള ഒരാളെന്നുള്ള നിലയിൽ ആരെ കണ്ടെത്തി? വസുദേവരെ കണ്ടെത്തി. ഇവിടെ ഈ വസുദേവരുടെ യോഗ്യതയുടെ അടിസ്ഥാനം എന്താണ്? ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള വ്രതനിഷ്ഠയിൽ നിൽക്കുന്ന ആളാണ് വസുദേവര്. ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള വ്രതനിഷ്ഠ ഏതാ? ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള വ്രതനിഷ്ഠ ഏതാ? വ്രതനിഷ്ഠ ഏറ്റവും പ്രയാസമുള്ള വ്രതനിഷ്ഠ ഏതാ? നമ്മളാകെ കുറെ വ്രതം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെ? തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം, ഷഷ്ഠി വ്രതം, ശിവരാത്രി വ്രതം, ഏകാദശി വ്രതം. മനസ്സിലായില്ലേ? എന്നിട്ട് അന്നേരം ചോദിക്കും ആ വ്രതം എന്താണെന്ന് വെച്ചാൽ പറയും ഒരിക്കലുമാണ് ഉറങ്ങാതിരിക്കലും. നമ്മുടെ സൗകര്യത്തിന് സുഖമുള്ളതൊക്കെ നമ്മൾ വ്രതത്തെ ആദ്യം പറഞ്ഞു. ആരെങ്കിലോട് ചോദിക്കുകയാണ് ഈ വ്രതം എന്താ? അത് ഒരിക്കലുമാണ്. ഊണിനകത്താണ് കയറി പിടിക്കുന്നത്. അതുകൊണ്ട് വന്നിപ്പോൾ സപ്താഹം എന്താണെന്ന് വെച്ചാൽ 7 ദിവസത്തെ സദ്യയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു യജ്ഞത്തിന്റെ പോയിട്ട് യജ്ഞമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ മുമ്പിൽ നടന്നു പോകുന്ന ഒരു അമ്മയും മകനും കൂടി ഇങ്ങനെ നടന്നു പോകാം. ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ വേറൊരാളത് വഴി പോയാൽ ചോദിച്ചു എങ്ങനെയുണ്ട് സപ്താഹം? ഇത് നല്ല പായസമായിരുന്നു. മനസ്സിലായി? അപ്പം ആലോചിച്ചു, ദൈവം സഹായിച്ചിട്ട് ആചാര്യനായിട്ട് ഞാൻ പോയിരുന്ന യജ്ഞമല്ല. കാരണം അതായിരുന്നെങ്കിൽ ഈ തൊട്ട് കൂടെ നടന്നു വരുന്ന എൻ്റെ വേഷം കണ്ടിട്ട് അവർ പറയില്ല. പക്ഷെ അല്ലാതുള്ള വേഷത്തിലായതുകൊണ്ട് ഈ പറഞ്ഞതാണ്. അതുകൊണ്ട് കേൾക്കാനൊരു ഭാഗ്യമുള്ള കിട്ടി. അല്ലെങ്കിൽ ഇയാളെ മുമ്പ് വെച്ച് പറഞ്ഞാൽ അയാളല്ലേ അവിടെ നിന്ന് ഇത്ര നേരം കഥ പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വ്രതാനുഷ്ഠാനം ഈശ്വര ചിന്തയുടെയാണ് പ്രാധാന്യം. ഇവിടെ ഏറ്റവും കഠിനമായ വ്രതം എന്ന് പറയുന്നത് പറയുന്ന വാക്കും ജീവിതത്തിലെ പ്രവൃത്തിയും ഒന്നായിരിക്കലാണ് ഏറ്റവും കഠിനമായ വ്രതം, അല്ലേ? പറഞ്ഞു മനസ്സിലല്ലേ? സത്യം പറയുകയും പറഞ്ഞാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? ജീവിതത്തിൽ പാലിക്കുകയും വേണം. ഇതിനേക്കാൾ കഠിനമായ ഒരു വ്രതം വേറെ ഉണ്ടോ ലോകത്ത്? ഉണ്ടോ? ഈ കഠിന വ്രതം എടുക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാണോ? ആണോ? അതൊക്കെ എടുത്താൽ പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? അല്പ കള്ളത്തരമൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നല്ലേ? അത് മനസ്സിലായില്ലേ? ഒരു വീട്ടിലെ ഒരു അമ്മ വീട്ടിലെ ഇളയ കുട്ടിയോട് പറയുന്നത് മൂത്ത കുട്ടിക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്. ഇപ്പം നമുക്കറിയാം പല വീട്ടിലെ കുട്ടികൾ ഈ പ്രായത്തിന് നല്ല ഡിഫറൻസിലാണ് വരുന്നത്, അല്ലേ? 6-7 വയസ്സൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അമ്മ ഇളയ കുട്ടിയോട് പറഞ്ഞു, കള്ളം പറഞ്ഞാൽ കണ്ണു പൊട്ടും. നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ്, ഇല്ലേ? നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ? കള്ളം പറഞ്ഞാൽ കണ്ണു പൊട്ടും എന്ന് ഇളയ കുട്ടിയോട് പലതവണ ഈ അമ്മ പറയുന്നത് മൂത്ത കുട്ടി കേട്ടിട്ടുണ്ട്. പക്ഷെ മൂത്ത കുട്ടിക്ക് തന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഓർമ്മയൊന്നുമില്ല. കാരണം കുഞ്ഞുനാളിൽ പറഞ്ഞു ഇല്ലെന്നൊന്നും അത്ര ഓർമ്മയില്ല. അപ്പോൾ ഈ മൂത്ത കുട്ടി ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് വീട്ടിൽ അച്ഛൻ വന്ന് എന്തോ ഒരു കാര്യം ചോദിച്ചു.
അമ്മ ഈ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് വലിയ കള്ളമാണെന്ന് ഈ മൂത്ത കൊച്ചിന് മനസ്സിലായി. അപ്പോൾ കൊച്ചു ചോദിച്ചു, അമ്മയല്ലേ അമ്മ മുമ്പേ പറഞ്ഞത്, മോളോട് പൊടിമോളോട് പറഞ്ഞത് കള്ളം പറഞ്ഞാൽ കണ്ണു പൊട്ടുമെന്ന്. എന്നിട്ട് അമ്മ അച്ഛനോട് കള്ളം പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണു പൊട്ടത്തില്ലയോ, അമ്മയ്ക്ക് കണ്ണു വേണ്ടേ എന്ന് ചോദിച്ചു. പറഞ്ഞു മനസ്സിലായില്ലേ? ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള വ്രതം സത്യം പറയുകയും അത് ആചരിക്കുകയും ചെയ്യുന്ന, അത് തന്നെയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം. സത്യം വധ ധർമ്മം ചര. മഹാഭാരതത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് സത്യം പറയുക, അത് ആചരിക്കുക. മനസ്സിലല്ലേ? സത്യം പറഞ്ഞ് ആചരിക്കുന്നവനാണ് സത്യനിഷ്ഠൻ. ആ സത്യനിഷ്ഠയാണ് ആർക്കുള്ളത്? വസുദേവർക്ക് ഉള്ള യോഗ്യത. മനസ്സിലാവുന്നുണ്ടോ? അത്രയും വ്രതനിഷ്ഠയുള്ള ഒരാൾക്ക് ഭഗവാനെ പുത്രനായി കിട്ടിയില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ. ഭഗവാന്റെ പിതാവാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്താ? സത്യനിഷ്ഠനാണ്. ആ സത്യനിഷ്ഠ ഉള്ളത് കൊണ്ടാണ് വസുദേവർ പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് ദുഷ്ടനായ കംസൻ പോലും വഴങ്ങിക്കൊടുത്തത്. എന്താ വസുദേവർ പറഞ്ഞ വാക്ക്? കല്യാണം കഴിഞ്ഞ് ദേവകിയെ കൊണ്ട് പോകുന്ന സമയത്ത് കംസൻ രഥം ഓട്ടിക്കുമ്പോൾ അശരീരി വാക്യം ഉണ്ടായി അല്ലേ? ദേവകിയുടെ പുത്രൻ വധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വധിക്കുമെന്ന് കേട്ടുകൊണ്ടായി കംസൻ ചാടി ഇറങ്ങി വാളെടുത്തു ദേവകിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വധിക്കാൻ പോകുമ്പോൾ അത് തടഞ്ഞുകൊണ്ട് വസുദേവൻ എന്ത് പറഞ്ഞു? ദേവകിക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. ഈ വാക്കിനെ കംസൻ വിശ്വസിച്ചില്ലേ? വിശ്വസിച്ചില്ലാണെങ്കിൽ അന്നേരം ദേവകിയെ കൊന്നനെ. അപ്പൊ ഈ വാക്കിനെ വിശ്വസിച്ച് എന്തുകൊണ്ടാണ്? വസുദേവരുടെ ഈ യോഗ്യത കംസൻ പോലും അംഗീകരിച്ചു. മനസ്സിലായില്ലേ? അത്ര സത്യനിഷ്ഠനാണ് എന്ന് കംസൻ അംഗീകരിച്ചു. ഈ സത്യനിഷ്ഠയെന്ന് അണ്ണൂക്കിയുടെ ആര് വ്യതിചരിച്ചിട്ടില്ല? വസുദേവർ വ്യതിചരിച്ചിട്ടുണ്ടോ? വസുദേവർ വ്യതിചരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഉത്തരീയ ശരീരം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇവരെ ഏകദേശം ഒരു തടവിന് തുല്യമായ അവസ്ഥയിലേക്ക് പാർപ്പിച്ചു. ദേവകിക്ക് ആദ്യത്തെ കുഞ്ഞു പിറന്നു. ഈ ആദ്യത്തെ കുഞ്ഞിനെയും കൊണ്ട് വസുദേവര് പറഞ്ഞ വാക്കു പാലിക്കാൻ തന്നെ ആ കുഞ്ഞിനെ എടുത്തു. ആ കുഞ്ഞിനെയും കൊണ്ട് ആരുടെ അടുത്തെത്തി? കംസന്റെ അടുത്തെത്തി. കംസന്റെ കയ്യിൽ കൊടുത്തു. കംസൻ ഈ കുഞ്ഞിനെ വാങ്ങി. വസുദേവര് പറഞ്ഞ വാക്ക് പാലിച്ചതിൽ കംസന് സന്തോഷവും തോന്നി. ആ കുഞ്ഞിനെ വാങ്ങിയിട്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. എന്താ കാരണം? ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാനുള്ള കാരണം ഒന്നാമത്തവനാണല്ലോ. തന്നെ വധിക്കുന്നത് എത്രാമത്തവനാണ്? എട്ടാമത്തവനാണ്. അപ്പൊ ഒന്നാമത്തവനെ വധിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. തിരിച്ചു കൊടുത്തു. ഈ കുഞ്ഞിനെ കൊണ്ട് വസുദേവര് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം എന്താ? കംസനെ കുറിച്ച് അറിയാം. അത്ര ക്രൂരനാണ് കംസൻ. ഒരു ദയാദാക്ഷിണ്യം ആരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കംസനിന്. പക്ഷെ കംസൻ തിരിച്ചു കൊടുത്തപ്പോ വസുദേവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും ഈ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചുപോയി. പോകുന്ന വേളയിൽ ഗർഗാചാര്യർ എന്ന് പറയുന്ന കുലഗുരുവായ ഗർഗാചാര്യര്, ഈ ഗർഗാചാര്യർ തന്നെയാണ് പിന്നീട് ഭഗവാനും നാമകരണം പേരിടുന്നത്. ആ ഗർഗാചാര്യര് ഈ കുഞ്ഞിനൊരു പേരും കൂടി ഇട്ടു. എന്താണ്? ദേവകിയുടെ ആദ്യത്തെ കുഞ്ഞിന്റെ പേരെന്താ? നമ്മളിൽ എത്ര പേര് ഭാഗവതം പൂജിക്കുന്നവരാണെന്ന് ഇപ്പൊ അറിയാൻ പറ്റും. മുമ്പേ പറഞ്ഞതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പൂവിട്ട് വെച്ചിരിക്കുകയാണോ? ദേവകിയുടെ ആദ്യത്തെ കുഞ്ഞിന്റെ പേരെന്താ? ചില ശബ്ദം പുറത്തു വന്നു. പക്ഷെ വീട്ടിൽ നോക്കുമ്പോൾ എന്തെങ്കിലും പിന്നെ ആണോ സംശയം. അത് തന്നെയാണ് പേര്, കീർത്തിമാൻ. നമ്മൾ ഈ ഉറച്ചു നിൽക്കുന്നേ, അറിവിൽ ഉറച്ചു നിൽക്കണ്ടേ? ഒരു പേര് പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് കേട്ടിട്ട് മറുപടി പറയാത്തോണ്ട് എന്നാൽ അതായിരിക്കത്തില്ല. പിന്നെ അടുത്ത പേര് പറഞ്ഞു. കീർത്തിമാൻ എന്നാണ് ആദ്യത്തെ കുഞ്ഞിന്റെ പേര്. അപ്പൊ ഈ സമയത്ത് നാരദ മഹർഷി വന്നു ചെയ്യുന്നു. ഇവിടെ നാരദർ എന്തിനാണ് വരുന്നത് നമുക്ക് ചിന്തിക്കാം. നാരദ മഹർഷിക്ക് കൃത്യമായി ഓരോ സ്ഥലങ്ങളിൽ വന്ന് ചില കർമ്മങ്ങൾ കൃത്യമാക്കേണ്ട ചുമതല ഏറ്റെടുക്കും. നാരദര് ഏറ്റെടുക്കും. നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ? കയാതുവിനെ ഇന്ദ്രൻ പിടിച്ചുകൊണ്ട് പോയപ്പോൾ വന്ന് നാരദര് ഉപദേശങ്ങൾ കൊടുത്തു. ആ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ പ്രഹ്ലാദൻ എന്ന പരമഭക്തനാക്കി ഉയർത്തിയ യഥാർത്ഥത്തിൽ ആരാ? നാരദനാണ്, ലോകഗുരുവാണ്. അപ്പൊ നാരദര് നേരെ ഇവിടേക്ക് വരികയാണ്. നാരദര് വന്ന് കംസനോട് ചോദിക്കും, കംസ എന്തൊക്കെയാണ് വിശേഷം? ലോകസഞ്ചാരിയാണ്, ഏറെ കാലം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ എന്തോ ഒരു കല്യാണമൊക്കെ നടന്നു എന്നൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ കംസൻ പറഞ്ഞു, അതെ ദേവകിയുടെ കല്യാണം കഴിഞ്ഞു. ഓഹോ, ദേവകിയുടെ കല്യാണം കഴിഞ്ഞു. ആരാണ് വരൻ? അത് ദേവകിയുടെ കല്യാണം കഴിഞ്ഞു, വരൻ വസുദേവരാണ്. അപ്പൊ സന്തോഷമായി കാണുമല്ലോ. അപ്പൊ കംസൻ പറഞ്ഞു, സന്തോഷത്തിലാണ് കല്യാണം നടത്തിയത്, പക്ഷെ ഇപ്പൊ ദുഃഖത്തിലാണ്. മനസ്സിലല്ലേ? കല്യാണം നടത്തിയത് സന്തോഷത്തിലാണ്. അതുകൊണ്ടാണല്ലോ അന്നേരം തന്നെ ഡ്രൈവർ വരെ മാറ്റിയിട്ട് കംസൻ തന്നെ കയറി രഥമൊക്കെ ഓട്ടിച്ചതൊക്കെ സന്തോഷം കൊണ്ട് ഭയങ്കര സ്നേഹം വന്നപ്പോഴാണ്. അപ്പൊ ആ സന്തോഷം ഇപ്പൊ മാറി ദുഃഖത്തിൽ. അതെന്താ ഇപ്പൊ ദുഃഖത്തിന്റെ കാരണം? അല്ല, അന്നൊരു അശരീരി കേട്ടു മഹർഷി. എന്താ അശരീരി കേട്ടത്? ആ അശരീരി കേട്ടത് ദേവകിയുടെ
എട്ടാമത്തെ പുത്രൻ വധിക്കും എന്ന അശരീരി. ഓ, അങ്ങനെ ഒരു അശരീരി ഉണ്ടായോ? അതെ, അങ്ങനെ ഒരു അശരീരി ഉണ്ടായി. ആ അശരീരി കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അവരെ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടോ ആ ദേവകിക്ക് എന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചോ? ഒന്നും അറിയാത്താണ് കാരണം ആര് ചോദിക്കുന്നത്? നാരദര് ചോദിക്കുന്നത്. അതെ, ദേവകിക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. എന്നിട്ട് നീ എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ കൊണ്ട് ഇപ്പൊ വന്നു വസുദേവര്. പിന്നെ ആദ്യത്തെ കുഞ്ഞായിട്ട് ഞാൻ എന്ത് ചെയ്തു? തിരിച്ചങ്ങ് കൊടുത്തു. നാരദര് ചോദിച്ചു, കംസ, നീ ഒരു വിഡ്ഢിയാണോ അതോ വിഡ്ഢിയായിട്ട് അഭിനയിക്കുകയാണോ? ആരെങ്കിലും അവനവന്റെ നാശം വിളിച്ചു വരുത്തോ ബുദ്ധിയുള്ളവൻ? മനസ്സിലായില്ലേ? കംസനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. കംസൻ ചോദിച്ചു, ഭഗവാനെ അതെന്താ പറഞ്ഞത്? നാരദരെ, എന്താ അങ്ങ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം? അല്ല, നീ ദേവകിയുടെ എട്ടാമത്തെ കുഞ്ഞ് നിന്നെ വധിക്കുന്ന ശരീരം കേട്ടില്ലേ? കുഞ്ഞ് വധിക്കുന്നു. അപ്പൊ പിന്നെ ഈ കുഞ്ഞിനെ തിരിച്ചോ? അത് ഒന്നാമത്തെ കുഞ്ഞാണ്. അപ്പൊ ഈ സമയത്ത് നാരദര് പറയും, ഈ ദേവന്മാർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടൊരു പേരുണ്ട്, അഷ്ടമൻ എന്നൊരു പേര്. മനസ്സിലായില്ലേ? എല്ലാ ദേവന്മാർക്കും ഉള്ള ഒരു പേരാണ് അഷ്ടമൻ എന്ന് പറഞ്ഞത്. 8 ഭാവങ്ങളോടെ അഷ്ടൈശ്വര്യങ്ങളോട് കൂടിയവൻ. മനസ്സിലായില്ലേ? ദേവിയാണെങ്കിലും ദേവനാണെങ്കിലും എല്ലാവരെയും അഷ്ടമൂർത്തി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? 8 ഭാവങ്ങളിൽ ആ ഐശ്വര്യങ്ങൾ നിറഞ്ഞവൻ അഷ്ടമൻ. അങ്ങനെ നോക്കിയാൽ ആ പേര് കൊണ്ട് ചിലപ്പോ ഈ അശരീരി കേട്ടത് നീ കേട്ടപ്പോ എന്തെങ്കിലും തിരിഞ്ഞു പോയതാണെങ്കിലോ? വധിക്കുന്നത് കേട്ടപ്പോൾ പെട്ടെന്നൊരു ഭ്രമം ഉണ്ടാവില്ലേ? അപ്പൊ കേട്ടത് തിരിഞ്ഞു പോയാണെങ്കിലോ? എട്ടാമൻ വധിക്കുന്നതായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. ദേവകിയുടെ 8ാമത് എണ്ണിയുള്ള സംഖ്യാത്മകമായിരിക്കത്തില്ല. അപ്പൊ അഷ്ടമൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിലായിരിക്കും. പിന്നെയോ, ഞാൻ അറിഞ്ഞത് ലോകത്ത് യാത്ര ചെയ്തപ്പോൾ ദേവലോകത്തൊക്കെ പോയപ്പോൾ ഞാൻ അറിഞ്ഞത് ദേവന്മാരെല്ലാം യാദവന്മാരായി ഭൂമി ജനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ കാരണം ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത്, അവിടെ സാക്ഷാൽ നാരായണൻ ദേവകിയുടെ പുത്രനായി ജനിക്കാൻ പോകുന്നു. അപ്പൊ ആ സമയത്ത് ആ കൃഷ്ണനോടൊപ്പം വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി എല്ലാ ദേവന്മാരും എവിടെ വന്നിട്ടുണ്ട്? ഭൂമിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേവകിക്ക് മകനായിട്ട് ജനിക്കാൻ പോകുന്നത് വിഷ്ണു അല്ലാതെ വേറെ ആരും അല്ല. മനസ്സിലായോ? നാരായണൻ തന്നെയാണ് എന്ന ബോധ്യം ആര് പറഞ്ഞു കൊടുത്തു? നാരദര് പറഞ്ഞു കൊടുത്തു. അപ്പൊ ദേവകിയുടെ വിവാഹകാലത്തുണ്ടായ ഭയം അല്ലേ? വീണ്ടും ആദ്യത്തെ കുഞ്ഞിനെ ജനിച്ച ഉടനെ വീണ്ടും നാരദര് കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ ചെയ്യുന്നത്? നാരദര് കൂട്ടി. എന്താ കാര്യം? സാക്ഷാൽ വിഷ്ണുവാണ് വരാൻ പോകുന്നത് എന്നുകൂടി ബോധിപ്പിച്ചു. ഇനി എന്നിട്ട് നാരദര് വേറൊരു കാര്യം കൂടി പറഞ്ഞു. നിനക്കറിയാലോ വിഷ്ണുവിന്റെ സ്വഭാവം. ഏറ്റവും കൂടുതൽ മായാപരിപാടി നടത്തുന്ന, സർവ്വവിധമായ മായാജാലവും കാട്ടുന്ന ആളാണ് ആര്? വിഷ്ണു. സാധാരണ നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ സാധാരണ പറയത്തില്ലേ? എന്താ? ഏതേത് കാര്യത്തിന് വേണ്ടി ഏതേത് രൂപത്തെ സ്വീകരിക്കാനും മടിയില്ല. മുമ്പ് പറഞ്ഞു, നരസിംഹാവതാരത്തിൽ വന്നു, മനുഷ്യനും മൃഗമല്ലാത്ത രൂപത്തിൽ വന്നു. ആയുധം വേണ്ടെന്ന് വെച്ചു, കൈയുടെ നഖം കൊണ്ടുവരെ അസുരന്റെ മാറിടം പിളർന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ചെറിയ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് മഹാബലിയുടെ അടുത്ത് വന്നു അല്ലേ? പാവനന്റെ കുറിയ മനുഷ്യനായി വന്നു. പിന്നെയോ ആമയായിട്ട് വന്നിട്ടുണ്ട്, മത്സ്യമായിട്ട് വന്നിട്ടുണ്ട്, പന്നിയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനിയോ ആണായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ അമൃത് അസുരന്മാർ കൊണ്ടുപോയപ്പോൾ നിമിഷം കൊണ്ട് എന്തായി മാറി? പെണ്ണായിട്ട് മാറി. അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ ഏതേത് രൂപത്തിൽ ഏതേത് ഭാവത്തിലും പെട്ടെന്ന് മാറാൻ കഴിവുള്ളവനാണ് ആര്? വിഷ്ണു. അതുകൊണ്ട് നീ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിന്റെ ശത്രുവിനെ നേരിടാൻ എന്ന് പറഞ്ഞു. അപ്പോഴും കംസൻ പറഞ്ഞു, അത് അങ്ങ് പറഞ്ഞതൊക്കെ ശരിയായി, എന്നാലും 8ാമത്തെ കുട്ടിയിൽ തന്നെയാണ് ഞാൻ കേട്ടത് എൻ്റെ ഓർമ്മ. മനസ്സിലായില്ലേ? കംസൻ പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ നാരദരുടെ ഉദ്ദേശം നടക്കണമല്ലോ. നാരദരെ പിന്നെ കംസനെ ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നതാണ് തുടങ്ങി. അവിടെ കൊട്ടാരത്തിന്റെ തൂണുകൾ എണ്ണി കാണിച്ചു. അങ്ങേയറ്റത്തുനിന്ന് 1, 2, 3, 4, 5, 6, 7, 8 എന്ന് ഇങ്ങോട്ട് എണ്ണി. മനസ്സിലായില്ലേ? നാരദർ ഇത് എണ്ണി ഇങ്ങനെ കാണിച്ചപ്പോൾ അവിടുന്ന് തുടങ്ങി 1, 2, 3 എന്ന് എണ്ണി 8ാമത്തത് വരെ എണ്ണി. എന്നിട്ട് കംസനോട് പറഞ്ഞു, നീ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? കംസൻ ഇവിടുന്ന് എണ്ണി 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ നാരദർ 1 എണ്ണിയത് 8ആയിട്ട് വന്നില്ലേ? മനസ്സിലല്ലേ? നാരദർ അവിടെ നിന്ന് എണ്ണി, കംസൻ ഇവിടെ നിന്ന് എണ്ണി. അപ്പൊ അങ്ങനെ വന്നപ്പോ ചോദിച്ചു, അപ്പൊ അത് 8ആയില്ലേ? അവസാനത്തെ കുട്ടി എന്നല്ലല്ലോ പറഞ്ഞത്. 7 കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയാം. താഴേന്ന് മേലിലോട്ട് എണ്ണ അല്ലേ? നമ്മളിപ്പോ വീട്ടിലെ പടി എണ്ണാൻ നമ്മളെ വീട്ടിലെ കുഞ്ഞിനോട് പറയാം, ആ പടി എത്ര ഉണ്ടാവും എണ്ണി നോക്കാൻ പറഞ്ഞു. അവൻ താഴേന്ന് പോയി എണ്ണി. മനസ്സിലായില്ലേ? ആ സമയത്ത് തന്നെ അതിന്റെ മൂത്ത ചേട്ടൻ അവിടെ പോയിട്ട് മേലിൽ നിന്ന് താഴോട്ട് എണ്ണി. ഇപ്പൊ ഇവര് ആദ്യത്തെ ഇളയ കുഞ്ഞ് എണ്ണിയ താഴത്തെ 1, മൂത്ത കുട്ടി തിരിച്ചെണ്ണുമ്പോൾ അത് അവസാനത്തെ പടിയായി മാറിയില്ലേ? അപ്പൊ നാരദർ ചോദിച്ചു, നാരദരോട് കംസൻ ചോദിച്ചു, അപ്പോ 1ാമത്തവനും 8ാമത്തവനും കുഴപ്പമില്ലേ?
അപ്പം വീണ്ടും ചോദിച്ചു, നീ വീണ്ടും കൃത്യതയിലേക്ക് വരാതെ ഇങ്ങനെ കുഴയാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ അടുത്തത്? ഒരു വൃത്തം വരച്ചു. ഈ വൃത്തം വരച്ചിട്ട് വൃത്തത്തിൻ്റെ ചുറ്റും വരയിട്ടു, 8 വരയിട്ടു ഇങ്ങനെ. എന്നിട്ട് പറഞ്ഞത് എണ്ണാൻ പറഞ്ഞു. അപ്പം മുകളിൽ നിന്ന് എണ്ണുമ്പോൾ മനസ്സിലായില്ലേ? ഇവിടുന്ന് എണ്ണുവാണ് 1 2 3 4 5 6 7 8. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലുള്ള ഏതായി? 8 ആയി. ഈ സൈഡിൽ നിന്ന് എണ്ണിയാലോ അതിൻ്റെ പുറകിലുള്ള 8 ആയി. ഇനി താഴേന്നാണ് തുടങ്ങുന്നതെങ്കിലോ അതിൻ്റെ പുറകിലുള്ളത് 8 ആയി. അങ്ങനെയാണെങ്കിൽ ഏതൊരു സംഖ്യ ഏതായി മാറും? 8 ആയി മാറും എന്നുകൂടി ആര് പഠിപ്പിച്ചു? നാരദന് പഠിപ്പിച്ചു. അപ്പം നാരദർക്ക് ഒരു കൃത്യ ഉദ്ദേശമുണ്ട്. മനസ്സിലായില്ലേ? നാരദരുടെ ഉദ്ദേശം ഈ ദേവകിയുടെ പുത്രന്മാരെ കംസൻ വധിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ ഈ ദേവകിയുടെ പുത്രന്മാർ ഭഗവാന്റെ സഹോദരന്മാരായി വരുന്ന ഈ പുത്രന്മാരോട് നാരദർക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടോ? ശത്രുതയൊന്നുമില്ല. ഇവര് ഈ ദേവകിയുടെ പുത്രന്മാരായി ജനിക്കുന്നവരെല്ലാവരും നാരദരുടെ സഹോദരന്റെ മക്കളാണ്. ബ്രഹ്മദേവന്റെ പുത്രനായ മരീചിയുടെ മക്കളാണ് ഈ 6 പേര്. ഇവര് ഒരിക്കൽ ബ്രഹ്മദേവനെ, മുത്തശ്ശനായ ബ്രഹ്മദേവനെ തന്നെ കളിയാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും ജ്ഞാനികളായവരെയും മുതിർന്നവരെയും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കളിയാക്കാനും പരിഹസിക്കാനും പാടില്ല. നേരം പോക്കിന് പോലും ഒരിക്കലും നമ്മൾ ബഹുമാനിക്കേണ്ടവരെ അപമാനിക്കാൻ പാടില്ല. ആ അപമാനിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ബ്രഹ്മദേവന്റെ ശാപം കൊണ്ട് 3 ജന്മങ്ങൾ ജനിക്കേണ്ടി വന്നു ഈ 6 പേർക്കും. ആദ്യത്തെ ജന്മത്തിൽ ഇവർ പ്രഹ്ലാദന്റെ സഹോദരന്മാരായി ജനിച്ചു. രണ്ടാമത്തെ ജന്മത്തിൽ രാമായണ കാലഘട്ടത്തിൽ കാലനേമിയുടെ പുത്രന്മാരായി ജനിച്ചു. അവരാണ് പിന്നീട് ആരായി ജനിക്കുന്നത്? ബ്രഹ്മാവിൻ്റെ മകൻ്റെ മക്കളാണ്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഭഗവാന്റെ സഹോദരന്മാരായി ജനിച്ചു. അങ്ങനെയാണ്. പക്ഷെ ജനിച്ചിരിക്കാനാണ് ശാപമുള്ളത്. അപ്പം ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെ ശാപവിമുക്തരാക്കാൻ എന്ത് ചെയ്യണം? ഇവരെ വധിച്ച് ആ ജന്മം അവസാനിപ്പിക്കാനാണ് ആര് ചെയ്യുന്നത്? നാരദര് ചെയ്യുന്നത്. അതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം എന്താ? ദേവന്മാർ നാരദരോട് ഒരു സംശയം മുമ്പേ പറഞ്ഞിരുന്നു. രാമാവതാര കാലത്തും ഭഗവാൻ ഒരു വാക്ക് തന്നിട്ടാണ് ജനിച്ചത്, രാമനായി ജനിച്ചത്. എന്താ? രാവണനെ വധിക്കാം. ദശരഥപുത്രനായി ജനിച്ച് ആരെ വധിക്കാം? രാവണനെ വധിക്കാം. പക്ഷെ ദശരഥപുത്രനായി ജനിച്ചതിന് ശേഷം കുറേ കാലം എടുത്തതിന് ശേഷമാണ് ആരെ വധിക്കുന്നത്? രാവണനെ വധിക്കുന്നത്. അത്രയും കാലം കൂടി രാവണന്റെ ദുഷ്ടതയെ മറ്റുള്ളവർ സഹിക്കേണ്ടി വന്നില്ലേ? മനസ്സിലല്ലേ? രാമന്റെ അവതാരത്തെ കുട്ടിക്കാലം മുഴുവൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് യാഗരക്ഷയ്ക്ക് പോയി. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് കൊട്ടാരത്തിൽ വന്ന് 10-12 വർഷക്കാലം ജീവിച്ചു. അത് കഴിഞ്ഞാണ് വനത്തിൽ പോകുന്നത്. ആ വനത്തിൽ പോയി അവസാനത്തെ 14ാമത്തെ വർഷം ആകുമ്പോഴാണ് ആരെ വധിക്കുന്നത്? രാവണനെ നിഗ്രഹിക്കുന്നത്. അപ്പം അത്രയും കാലം എടുത്തതുകൊണ്ട് കൃഷ്ണാവതാരത്തിൽ ദുഷ്ടനായ കംസനെ വധിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോൾ ദേവന്മാർ അന്നേരെ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ പണ്ടത്തെ കണക്ക് പോയി കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെയാണോ വധിക്കുന്നത്, അതോ നേരത്തെ ചെയ്യുമോ? ഭഗവാൻ പറഞ്ഞു നേരത്തെ ചെയ്യാം. എന്നാലും ദേവന്മാർക്കൊരു ഉറപ്പില്ല. കാരണം എന്താ? ദേവന്മാരാണ് കംസനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ദുഷ്ടന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും ആർക്കുണ്ടാവും? നല്ലവർക്കുണ്ടാവും. അപ്പോൾ ദേവന്മാർ അതിനെന്ത് ചെയ്തു? നാരദകൃത്യം എന്ന് പറയുന്നത്, നാരദരെ വളരെ വേഗത്തിൽ കംസൻ ആരെ വധിക്കണം? ആ കംസനെ കൃഷ്ണൻ വധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വേണ്ടണക്ക് ചെയ്തോണം. അപ്പോൾ ഒരാളെ വധിക്കണമെങ്കിൽ, ഒരാൾക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള കുറ്റം അയാൾ ചെയ്യണ്ടേ? വേണോ വേണ്ടയോ? ഇപ്പൊ നാട്ടിന് പുറത്ത് ആരെങ്കിലും ഒരാൾ ഒരു തേങ്ങ മോട്ടിച്ചു എന്ന് പറഞ്ഞ് കോടതി കേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ തേങ്ങ മോട്ടിച്ചിരിക്കുന്നു, ഇവനെ തൂക്കിക്കൊല്ലൂ എന്ന് പറഞ്ഞ് വിധിക്കുമോ? ഇപ്പൊ കോടതി പോലും ഒരാൾക്ക് വധശിക്ഷ വിധിച്ചാൽ പറയുന്നത് എന്താ? അപൂർവങ്ങളിൽ അപൂർവങ്ങളായ അല്ലേ നരഹത്യ ചെയ്തിരിക്കുന്നുണ്ട് ശിക്ഷ വിധിക്കുന്നു, വധശിക്ഷ എന്ന് പറയും. അപ്പൊ അതിന് വെറുതെ ഒരു ഇത് പോരാ, അത്ര ഭയാനകമായ കുറ്റം ചെയ്യണം. മനസ്സിലായോ? ഭഗവാനാണെന്ന് പറഞ്ഞു വെറുതെ കംസനെ വധിക്കാൻ പറ്റില്ല, അപ്പൊ അധർമ്മമായി മാറും. അപ്പൊ കംസന്റെ പാപങ്ങളുടെ കലവറ നിറയ്ക്കലാണ് ആര് ചെയ്തത്? നാരദര് ഇതിലൂടെ ചെയ്യിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളിൽ ഒന്നല്ലേ ഈ ശിശുഹത്യ എന്ന് പറയുന്നത്? എന്താ കാരണം? തിരിച്ചൊന്ന് പ്രതികരിക്കാനോ ഒന്ന് ഓടി രക്ഷപ്പെടാനോ സാധിക്കാത്ത അവസ്ഥയല്ല കുഞ്ഞിന്റെ അവസ്ഥ അല്ലേ? ആ അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ, നിസ്സഹായ അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ വധിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും നിന്ദ്യവും ക്രൂരവുമാണ്. അപ്പൊ കംസനെ കൊണ്ട് ഈ പാവങ്ങളുടെ കലവറ വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് കംസൻ 6 പേരെയും വധിച്ചു. 7ാമത്തെ കുഞ്ഞു അവിടെ പൂർവാവതാരത്തിലെ രാമാവതാരത്തിൽ ലക്ഷ്മണനായിരുന്നു. ലക്ഷ്മണനാണല്ലോ, അനന്തനാണല്ലോ അവതരിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ ചില വിഷയങ്ങളിൽ തമ്മിലൊരു തർക്കമുണ്ടാവും. കാര്യം ചില സന്ദർഭങ്ങളിൽ വരുമ്പോൾ ലക്ഷ്മണൻ ചാടി അഭിപ്രായം പറയും. ചില ആൾക്കാർ എടുത്തു ചാടി പറയുന്ന സ്വഭാവമുണ്ടല്ലോ, പ്രായത്തിനേക്കാൾ ഇതുണ്ട്. ലക്ഷ്മണൻ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ലക്ഷ്മണൻ പലപ്പോഴും അഭിപ്രായം പറയും. ഈ എടുത്തു ചാടി അഭിപ്രായം പറയുന്നത് ഒരു പക്വതക്കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഇരുത്തക്കുറവാണ്, ഒരു പക്വതയില്ലായ്മ വരുമ്പോഴാണ് എടുത്തിയാടി പറഞ്ഞത്. ഇവിടെ ലക്ഷ്മണൻ എപ്പോഴൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
വനത്തിൽ പോകാൻ വേണ്ടിയിട്ട് രാമനോട് ആവശ്യപ്പെടുന്ന വേളയിൽ അല്ലേ, അതറിയുന്ന ലക്ഷ്മണൻ ആദ്യം പറയുന്നത് എന്താ? ഞാൻ അച്ഛനെ പിടിച്ചു കിട്ടാക്കൊള്ളാം. മനസ്സിലായില്ലേ? അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, ആരോടുള്ള സ്നേഹം കൂടി വന്നു? രാമനോടുള്ള സ്നേഹം കൂടി വന്നപ്പോൾ ദശരഥനെ പിടിച്ചു കെട്ടി ഞാൻ രാജ്യം മേടിച്ച് അങ്ങേക്ക് തരാം. ഇനിയോ സഹോദരനായി ജ്യേഷ്ഠനായി കാണേണ്ട ഭരതനെ വേണമെങ്കിൽ ഞാൻ കൊന്നേക്കാം, യുദ്ധം ചെയ്ത്. ഇതൊക്കെ ഈ ഭരതനോടോ ദശരഥനോടുള്ള ദേഷ്യം കൊണ്ടല്ല, ആരോടുള്ള സ്നേഹം വന്നപ്പോഴാണ്? രാമനോടുള്ള സ്നേഹം വന്നപ്പോഴാണ്. അപ്പോൾ ആ രാമനോടുള്ള മമത കൂടിയപ്പോൾ ചില മമതകൾ ഇങ്ങനെയാണ്. ചില മമതകൾ നമ്മളെ അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിൽ തന്നെ പല വീട്ടിലും കാണാൻ സാധിക്കും. മറ്റുള്ള വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി തെറ്റ് ചെയ്താൽ നമ്മൾ 10 പേരെടുത്ത് പറഞ്ഞു കൊടുക്കുക. സ്വന്തം വീട്ടിലെ കുട്ടി തെറ്റ് ചെയ്താലോ തെറ്റാണെന്ന് പോലും അംഗീകരിക്കാതെ മൂടി വെച്ചിട്ട് അവസാനം ചെറിയ തെറ്റിൽ നിന്ന് വലിയ തെറ്റിലേക്ക് വന്ന കുഞ്ഞിൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. ശരിയല്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടുകളിൽ ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു തെറ്റായ വഴിയിലേക്ക് പോയാൽ അത് കണ്ട നാട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞു നോക്കുക. നമ്മൾ അച്ഛൻ്റെ അമ്മയോട് പറയാം, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ആളിനെ ഇന്ന രീതിയിൽ കണ്ടു, അല്ലെങ്കിൽ മോളെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, അതത്ര ശരിയായ കൂട്ടറില്ല, അല്ലെങ്കിൽ മോനെ ഇന്നടത്ത് വെച്ച് കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ വിടരുത് എന്നും പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മ എന്തായിരിക്കും ആദ്യത്തെ മറുപടി പറയുന്നത്? പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു മറുപടി പറയുന്നത്? ഏതാ എങ്ങനെയായിരുന്നു? കാലഘട്ടത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. എങ്ങനെയായിരുന്നു? പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കൾ പറയും, അത് കണ്ട സമയത്ത് തന്നെ ഒരു വടി ഒടിച്ച് നീ 2 അടിയങ്ങ് കൊടുക്കാത്താൽ ഇളിക്ക് താമര നിനക്ക് നല്ല അടി കൊടുക്കാനുള്ള അവകാശം നിനക്കുണ്ടല്ലോ, നീ ഇവിടെ വന്ന് ഇതിനെ പറയാൻ നിൽക്കുന്നത് 2 അടി അന്നേരം കൊടുക്കണമായിരുന്നു. മനസ്സിലല്ലേ? പിന്നെ അവൻ ആ തെറ്റ് ചെയ്യത്തില്ല. ശരിയല്ലേ? എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞത്. നമ്മൾ തന്നെ അത് നോക്കും. എടാ ആരോടാണ് ഇത് പറയുന്നത്? ഒരു ബന്ധവും ഇല്ലാത്തൊരുത്തിനോട് പറയുകയാണ് വഴിയെ കിട്ടിയാടി. പിന്നെ അന്ന് തൊട്ട് പിന്നെ നമ്മൾ അവനെയും പേടിക്കണം. മനസ്സിലായോ? അന്ന് തൊട്ട് അങ്ങനെ എല്ലാവരും അപ്പം എന്ത് ചെയ്യും? തെറ്റിലേക്ക് പോകാനുള്ള അവസരം കുറയും. ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു ആൾ പറയാണ്, മോളെ അല്ലെങ്കിൽ മോനെ ഇന്നടുത്ത് വെച്ച് കണ്ടു, അത് അത്ര ശരിയായ കൂട്ടുകെട്ടല്ല, അങ്ങനെ പോകുന്നത് ഇന്ന സ്വഭാവത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും അപ്പോഴേ വാളം എടുത്തുകൊണ്ട് പറയാൻ വന്നവൻ്റെ തോളിലോട്ട് ചാടും. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നീ നോക്കണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കാം, നിൻ്റെ കുഞ്ഞിനെ നന്നാക്കിയിട്ട് വാ. പിന്നെ നിൻ്റെ കുഞ്ഞങ്ങ് വലിയ ആളല്ലേ, എന്നിട്ടാണ് എൻ്റെ കുഞ്ഞിനെ കുറ്റം പറയുന്നത്. ഇത് പറയുന്നത് മുഴുവൻ ആരുടെ മുമ്പിലാണ്? നമ്മുടെ കുഞ്ഞിൻ്റെ മുമ്പിലാണ്. പിന്നെ നമ്മുടെ കുഞ്ഞ് നേരെ ആവുമോ? എന്ന് വെച്ചാൽ നാട്ടിലുള്ള എല്ലാവരും തല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കണോ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റുള്ളവരെയും ബഹുമാനിക്കാനും അല്ലേ, ശരിയായ ജീവിതത്തിലേക്ക് പോകാനൊക്കെ ഒരു പ്രേരണ ഉണ്ടാവണം. അപ്പൊ ഇവിടെ ലക്ഷ്മണൻ ഇതൊക്കെ എടുത്തു ചാടി പറയുമ്പോൾ രാമൻ പറയും, അരുത്, അതങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, തെറ്റായ ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല, സ്നേഹം കൊണ്ടാണെങ്കിലും വിദ്വേഷം കൊണ്ടും തെറ്റായതിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് ലക്ഷ്മണനെ വിലക്കും. ലക്ഷ്മണന് രാമൻ ജ്യേഷ്ഠനായതുകൊണ്ട് പറയുന്നത് അനുസരിക്കേണ്ടി വരും. പക്ഷെ ആ സമയത്ത് ലക്ഷ്മണന് ചെറിയ ഒരു എതിർപ്പുണ്ട്. ലക്ഷ്മണൻ പറയും, ഞാൻ അനുജനായതുകൊണ്ടല്ലേ എപ്പോഴും എന്നെ ഇങ്ങനെയിട്ട് നിയന്ത്രിക്കുന്നത്, ഞാൻ ചേട്ടനായിരുന്നു എങ്കിൽ മനസ്സിലായില്ലേ, തിരിച്ച് ഞാൻ നിയന്ത്രിച്ചേനെ എന്നൊരർത്ഥം അവിടെ വെക്കും. ആ സമയത്ത് തന്നെ രാമൻ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ജന്മത്തിൽ ആരാവാം? ജ്യേഷ്ഠന്റെ സ്ഥാനം. അതുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ അനന്തനാരായി വന്നു, ബലരാമനായി വന്നു. ബലരാമൻ സംരക്ഷിക്കപ്പെടേണ്ടതായതുകൊണ്ട് രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറി അവിടെ ആ കുഞ്ഞു ജനിച്ചു. ഇത് കഴിഞ്ഞ് ദേവകി 8ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന വേളയിലേക്ക് എത്തി. ആ ഗർഭവതിയായപ്പോഴേക്കും ആ ദേവകിയുടെ തേജസ്സൊക്കെ വർദ്ധിച്ചു വന്നു. ഈ സമയത്ത് കയ്യിലും കാലിലും ഒക്കെ വിലങ്ങിട്ട് വളരെ കൃത്യമായ വളരെ കഠിനമായ തരത്തിലുള്ള തടവറയിലേക്ക് ആരെയാക്കി? ദേവകിയാക്കി. ആ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ്. കംസന്റെ ഭയം വർദ്ധിച്ചു വരാനും തുടങ്ങി. കാരണം എന്താ, ഈ കൃഷ്ണൻ വരുന്നതിന് മുമ്പൊരു ഭ്രമം കൂടി ഉണ്ടായി അല്ലേ? എന്താ ഭ്രമം? ഇത് 8ാമത്തതാണോ 7ാമത്തതാണോ എന്ന് കംസന് സംശയം തോന്നുന്ന ഒരു പ്രവർത്തനം ഉണ്ടായി. എന്താ? ദേവകിയുടെ 7ാമത്തെ കുഞ്ഞിനെ കാണാതെ പോയില്ലേ, ഗർഭം അലസിപ്പോയി. അപ്പൊ 7ആണോ 8ആണോ എന്ന് ആർക്ക് വന്നു? കംസന്. മനസ്സിലായോ? ഇതാണ് പറഞ്ഞത്, ഭാഗവത്തിനുള്ളിലേക്ക് പോകുമ്പോൾ കംസനെ ഭ്രമിപ്പിക്കലാണ് ഇവിടെ ഭഗവാന്റെ അവതാരം. കംസനെ ഭയപ്പെടുത്തി ഭ്രമിപ്പിച്ചു അജ്ഞാനികളായവരെ എന്തിലേക്ക് വിടുതയാക്കാം? ഭ്രമത്തില്. ഭയം ഭ്രമം ഇത് രണ്ടും ആരുടെ ലക്ഷണമാണ്? അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന വേട്ടയാടലാണ്. അജ്ഞാനികൾ നശിക്കുന്നത് ഭ്രമം കൊണ്ടും ഭയം കൊണ്ടുമാണ്. അപ്പൊ കംസനെ ഇത് രണ്ടും കൊണ്ട് ഭഗവാൻ അങ്ങോട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ 7-ാമത്താണോ 8-ാമത്താണോ എന്ന് കംസനൊരു വ്യക്തതയില്ല. പക്ഷെ ദേവകിയുടെ അവസ്ഥ കണ്ടപ്പോ കംസൻ വിചാരിച്ചു ഇത് 8 ധാരണ വന്നു. അങ്ങനെയാണ് ഇവിടെ ശക്തമായ കാവലൊക്കെ ഏർപ്പെടുത്തി ആ രീതിയിലേക്കാക്കി. ആ സമയത്ത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയില് ലോകൈകനാഥനായ സാക്ഷാൽ വാസുദേവ കൃഷ്ണൻ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി അവതാരം ചെയ്തു. ആ അർദ്ധരാത്രിയിൽ അവതാരം ചെയ്ത ഉടനെ തന്നെ വിശ്വരൂപം കാട്ടി ശംഖുചക്ര ഗദാപത്മധാരിയായ സ്വരൂപത്തെ കാട്ടിക്കൊണ്ട് യഥാർത്ഥത്തില് അച്ഛനും അമ്മയ്ക്കും ദർശനം കൊടുത്തു. ഇവിടെ കൃഷ്ണന്റെ രൂപം എന്ന് പറയുന്നത്, കൃഷ്ണരൂപം എന്നത് ഭഗവാന്റെ യഥാർത്ഥ രൂപമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കൃഷ്ണരൂപം ഈ അവതാരത്തിന് വേണ്ടി മാത്രം സ്വീകരിച്ച രൂപമാണ്. മനസ്സിലല്ലേ? യഥാർത്ഥ രൂപം എന്താ? നാരായണ രൂപമാണ്. അതുകൊണ്ടാണ് അച്ഛനും അമ്മയ്ക്ക് ഏത് രൂപം കാട്ടിയത്? ആ ശംഖുചക്ര ഗദാപത്മധാരിയായ ആ ഭഗവാന്റെ വിശ്വരൂപത്തെ കാട്ടിക്കൊടുത്തു. അമ്മയുടെ ഭയത്തെ അകറ്റി അമ്മയുടെ മനസ്സിനെ കൃത്യമായി ആശ്വസിപ്പിച്ചു. എന്താ കാരണം? 6 മക്കളെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അമ്മ അല്ലേ? 7-ാമത്തെ കുഞ്ഞിനെ മറ്റൊരിടത്തേക്ക് എത്തപ്പെട്ടു. ഇനി 8-ാമത് ജനിക്കുന്ന കുഞ്ഞിത ഇവിടെ വളരുന്നതിന് പകരം വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെയും കൂടി വരുമ്പോൾ ദേവകിക്ക് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. സ്വന്തം കൈകളിലല്ലാതെ കുഞ്ഞ് മറ്റൊരാളുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ഉറപ്പുണ്ടാവുമോ? ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ദേവകിക്ക് ഭഗവാൻ ആ ഉറപ്പ് കൊടുക്കുകയാണ്. ദേവകിക്ക് എന്താ? അമ്മയുടെ കയ്യിലായാലും വേറെ ആളുടെ കയ്യിലായാലും എന്റെ സുരക്ഷിതത്തിന്റെ ഉറപ്പ് ആർക്കാണ്? എനിക്ക് തന്നെയാണ്. അതിന്റെ പേറ്റന്റ് ഞാൻ ആർക്കും കൊടുത്തില്ല. കാരണം എന്താ? സാക്ഷാൽ വിഷ്ണുവാണ് താൻ എന്ന് ബോധിപ്പിച്ചു. വളരെ കൃത്യമായി ദേവകി വളരെ ഹൃദ്യമായ രീതിയിൽ ഭഗവാനെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് ആ ഭഗവാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യമുനാ നദി കടന്ന് അവിടെ നിന്ന് ആര്? വസുദേവൻ ആ കുഞ്ഞിനെ അവിടെ എത്തിച്ചു. നന്ദഗോപരുടെ വസതിയിൽ എത്തിച്ചു. അവിടെ നന്ദഗോപർക്ക് മായാദേവത, മായാസ്വരൂപിണിയായ ഭഗവതി അവിടെ നന്ദഗോപർക്കും യശോദയ്ക്കും ഒരു പെൺകുഞ്ഞായി ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ അവിടെ നിന്നെടുത്ത് പകരം ഭഗവാനെ അവിടെ കിടത്തി ആ കുഞ്ഞിനെ എവിടേക്ക് എത്തിച്ചു? കംസന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു, തടവറയിലേക്ക് എത്തിച്ചു. ഇനി ഇവിടെ നമ്മളെ മുന്നിലേക്ക് ഒരു ചിന്ത കൂടി ഒന്ന് കടത്തിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ ഭഗവാൻ തന്റെ ജന്മമെടുത്ത ആ വേളയിൽ തന്നെ യശോദയുടെ കുഞ്ഞിനെ അവിടെ നിന്ന് എടുക്കാനും പകരം തന്നെ അവിടെ കൊണ്ട് എത്തിക്കാനും പറഞ്ഞു ഇല്ലേ? പറഞ്ഞില്ലേ? അതാണല്ലോ വസുദേവർ ചെയ്തത്. അപ്പൊ യഥാർത്ഥത്തിൽ സ്വന്തം സുരക്ഷിതത്തിന് വേണ്ടി മറ്റൊരു അമ്മയുടെ കുഞ്ഞിനെ എടുക്കുന്നത് തെറ്റാണോ ശരിയാണോ? നമ്മൾ സാധാരണ ബുദ്ധിയിൽ പറഞ്ഞാൽ മതി. അത് ഭഗവാനല്ലേ, ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ നമ്മൾ പോകണ്ട. അതാണ് നമുക്ക് പിന്നീട് സ്വന്തം കുഞ്ഞിനെ ഒരമ്മയ്ക്ക് നഷ്ടപ്പെടുത്തിയിട്ട് പകരം തന്നെ അവിടെ എത്തിച്ച് താൻ സുരക്ഷിതനാകുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ലീലയിൽ എന്തോ ഒക്കെയോ ദുരൂഹതയില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്? അതിന്റെ ആശയം വ്യക്തമായോ? നിങ്ങളെ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ആ അമ്മയുടെ കുഞ്ഞിനെ ചീത്ത ഇച്ചിരി ഇവിടെ കാണാൻ കൊള്ളാവുന്ന വെളുത്ത കുഞ്ഞിനെ ഞാൻ പകരം തരാന്ന് പറഞ്ഞ കുഞ്ഞിനെ തരുമോ? ഏതെങ്കിലും ഒരു കുറവുണ്ട് ആ കുഞ്ഞിന്, എന്നാൽ അതിന് പകരം കുറവില്ലാത്ത കുഞ്ഞിനെ തരാന്ന് പറഞ്ഞാൽ തരുമോ? കുറവുള്ള കുഞ്ഞിനോടാണ് അമ്മമാർക്ക് കൂടുതൽ സ്നേഹം വരുന്നത് അല്ലേ? ഏതെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതിനോട് സ്നേഹം കൂടത്തേ ഉള്ളൂ, കുറയില്ല. അപ്പൊ പിന്നെ എന്തിനാണ് യശോദ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത്? അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക.